നമ്മൾ ഏതൊരു വിഷയം വരുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് സ്ഥലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. കാരണം ഇങ്ങനൊരു ആത്മഹത്യയെക്കുറിച്ചിട്ട് ബഹ്റൈനിൽ നടന്നിട്ടുള്ള ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ചിട്ട് പോലീസിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒറ്റപ്പാലം SHOയെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം കേട്ടോ. ഹലോ സാറേ, ഞാൻ വിളിച്ചത് നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു തിരുവോണ നാളിൽ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ ബഹ്റൈനിൽ വെച്ച് ഒരു ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം അറിയാമോ? ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു അമ്മയും 2 മക്കളും അവരുടെ അച്ഛൻ്റെ ഒരു സൂയിസൈഡ് കേസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയില് അവർ പറയുന്നത് തിരുവോണ നാളിൽ വെച്ച് ബഹ്റൈനിലെ ജോലി ചെയ്യുന്ന താമസ സ്ഥലത്ത് വെച്ച് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുകയും അവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അവര്. അപ്പൊ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല. അല്ല, ബോഡി നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. ബോഡി നാട്ടിലേക്ക് വന്നു, അത് സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഇങ്ങനെ ഒരു വീഡിയോ അല്ല, സ്വാഭാവികമായിട്ട് അവരിപ്പോ പറയുന്നത് അവരുടെ ഈ തിങ്സ്, അതായത് ഈ ഹസ്ബൻഡിന്റെ തിങ്സ്, കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സാധനങ്ങൾ അവര് തിരിച്ചയച്ചിട്ടില്ല. അതിൽ കുറച്ച് മാത്രമേ അവിടെ നിന്ന് അയച്ചിട്ടുള്ളൂ. ഫോണ്, പേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ കുടുംബം പറയുന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് അവരൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ പറയേണ്ടത്. പക്ഷെ അവരാണെങ്കിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതായിട്ടില്ല എന്ന് പറയുമ്പോ ഒരിതായി. കാരണം അതൊരു ഫാമിലിയാണ്. അവര് നിങ്ങൾ കണ്ടോന്ന് അറിയാം. ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. ഞാൻ അയച്ചുതരാം തിരുവോണ ദിവസം. എന്തായാലും ഈ വിവരം കേരള പോലീസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. കേരള പോലീസിലേക്ക് ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം സിയുടെ ശ്രദ്ധയിലേക്ക് ഇത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വാട്സപ്പിലൂടെ ഇവരുടെ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഉണ്ണി വാവ ബ്ലോഗ്സിന് താഴെ ഒരുപാട് പേരെന്നെ മെൻഷൻ ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം എനിക്ക് ഈ ചാനൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് ഇവരെ അറിയത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പലയിടങ്ങളിൽ എന്നെ ഇങ്ങനെ നിരന്തരം മെൻഷൻ ചെയ്യുമ്പോൾ ഞാനിത് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. പക്ഷേ ഇതൊരു വലിയ വീഡിയോ ആണ്, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ വീഡിയോ. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടു തീർക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു 10 മിനിറ്റ് കൂടുതലായാൽ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെ ഇപ്പോൾ ആൾക്കാർ കാണാൻ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു വലിയ വിഷമമായിരുന്നു ആ വീഡിയോക്കകത്തുണ്ടായിരുന്നത്. അവരുടെ അച്ഛൻ ബഹ്റൈനിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ബഹ്റൈനിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ഈ അച്ഛൻ്റെ കുറേ സാധനങ്ങൾ, അച്ഛൻ ഉപയോഗിച്ചിരുന്ന അച്ഛൻ്റെ അത്യാവശ്യ സാധനങ്ങളടക്കം നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ തിരുവോണ നാളിലാണ് ഈ പറയപ്പെടുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അന്നാണ് ഇവർ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന കുടുംബത്തെ ബന്ധപ്പെട്ടു. ഈ കുടുംബത്തെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അവരുമായിട്ട് കുറേ സമയം സംസാരിച്ചു. ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപും സംസാരിച്ചു. അവർ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന കാരണം അറിയാതെ അവർ അറ്റാക്ക് ചെയ്യരുത്, അവരൊരിക്കലും മോശമാക്കി ചിത്രീകരിക്കരുത്, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ത്രീയെ വിളിച്ചു, അവരോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ ഈ കാര്യം വീണ്ടും ആവർത്തിച്ചു. അതായത് ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ HR മാനേജർ ഇപ്പോഴും മൊബൈൽ ഫോണും പേഴ്സും അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ കാലത്ത് ആ വ്യക്തി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം പലപ്പോഴും 99% കിടപ്പുള്ളത് മൊബൈൽ ഫോണിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫോണിലായിരിക്കും. ആ ഫോൺ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവർ പറയുന്ന പേഴ്സ് അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കുറച്ച് സംഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തിരുവോണ നാളിലുണ്ടായിരുന്ന ഈ സംഭവം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് 2 ദിവസം മുൻപാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, നിങ്ങളല്ലാതെ വേറെ ആരാണ് ഈ കേസിൽ ഇടപെടുന്നുള്ളതെന്ന് ചോദിച്ചു.
അപ്പോൾ ഒരു പോലീസ് ചെന്നൈയിൽ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും ഇല്ല എന്നാണ് ഈ സഹോദരൻ എന്നോട് മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഷോക്കായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ നാളിൽ ഒരാൾ ബഹ്റൈനിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സ്ഥലം പോലീസ് ലിമിറ്റിലോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്കോ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആത്മഹത്യയല്ലേ, എന്തിനയാൾ ചെയ്തു? ഞങ്ങളുടെ കൂടെ സന്തോഷത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ വ്യക്തി എന്തിനവിടെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഈ കുടുംബം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. അവരുടെ ചിലപ്പോൾ തെറ്റായി കാണണമെന്നില്ല. പക്ഷേ ഇവരുടെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നും അദ്ദേഹം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും പറയപ്പെടുന്നത്. അദ്ദേഹം നല്ല ഉദ്ദേശത്തിലായിരിക്കും ഇവരെ സഹായിക്കുന്നത്, കാരണം ഫാമിലിയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടാകുമ്പോൾ അയാൾ എന്തുകൊണ്ട് ഒരു റിട്ടേൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടില്ല? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, കേരള പോലീസിൽ അങ്ങനെ ഒരു പരാതി നൽകിയിട്ട് കാര്യമുണ്ടോ? സംഭവം നടന്നത് ബഹ്റൈനിലല്ലേ എന്നുള്ളത്. നമ്മുടെ റിഫ കേസിൽ പോലീസ് കേസെടുത്തത് കേരള പോലീസാണ് കേസെടുത്തത് അല്ലേ? അങ്ങനെയാണല്ലോ ആ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ കേരള പോലീസിന് കേസെടുക്കാം, എവിടെ നടന്നു കഴിഞ്ഞാലും കേരള പോലീസിന്, അയാൾ ഇന്ത്യക്കാരനാണല്ലോ, അതിൻ്റെ പേരിൽ അയാൾക്ക് കേരള പോലീസിന് കേസെടുക്കാം, വേണമെങ്കിൽ ബഹ്റൈനിൽ അന്വേഷണത്തിന് പോകാം, അതിനൊരു തടസ്സവുമില്ല. അതെന്തുകൊണ്ട് ഇവർ ചെയ്തില്ല എന്നുള്ളൊരു സ്വാഭാവിക സംശയമാണ് കേട്ടോ. അത് ഇവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. എന്തുകൊണ്ട് ആ പോലീസുകാരൻ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല? അപ്പോൾ അത് മാത്രമല്ല, കേവലം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ കുടുംബം എന്ന് പറയുന്ന ആളുകളുടെ മേലിൽ മാത്രമല്ലല്ലോ, ഈ സഹോദരി മക്കളുടെ മേലിൽ മാത്രമല്ല, ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇവരുടെ അച്ഛനും ഹസ്ബൻഡും, കുട്ടികളുടെ അച്ഛനും ഇവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള വ്യക്തിക്കൊരു ഫാമിലി ഉണ്ട്, അവരുടെ അമ്മ, സഹോദരൻ, അങ്ങനെ തുടങ്ങുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സഹോദരനെ വിളിച്ചു, സഹോദരനോട് കാര്യങ്ങൾ ചോദിച്ചു. സഹോദരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലിപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. സഹോദരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് HR മാനേജറും വിളിച്ചിരുന്നു. അപ്പോൾ HR മാനേജർ സഹോദരനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ വാട്സപ്പ് ചാറ്റൊക്കെ എനിക്ക് സഹോദരൻ അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് ഞാൻ പുറത്തു വിടാം, ഇപ്പോൾ എന്തായാലും പുറത്തു വിടുന്നില്ല. അപ്പോൾ HR മാനേജർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിത് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഭർത്താവിൻ്റെ സഹോദരന് ഇത് തരാൻ പറ്റില്ല, മറിച്ച് നോമിനി ആയിട്ടുള്ളത് വൈഫാണ്, വൈഫിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ സെപ്റ്റംബറിലുണ്ടായ ഒരു ചാറ്റാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈഫിന് അവർ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ HR മാനേജറെ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബഹ്റൈനിലുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള കുറച്ച് ആളുകൾ വെച്ച് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്നെ മെൻഷൻ ചെയ്തതാണല്ലോ, എന്നെ പലയിടങ്ങളിലും ഈ വിഷയത്തിൽ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം പൊതുജനങ്ങളോട് പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെ ബഹ്റൈനിലെ എൻ്റെ അത്യാവശ്യ സുഹൃത്തുക്കളോട് ഇങ്ങനൊരു വിഷയം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സഹോദരി പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എത്തിയിട്ടും ഫോണും പേഴ്സും അടങ്ങുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതെന്തുകൊണ്ട് എത്തിയിട്ടില്ല? ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള പോലീസ്, അതായത് ഈ വിഷയത്തിൽ പോലീസിന് മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഈ മൊബൈൽ ഫോൺ അവിടെ നിന്ന് ആദ്യം എത്തേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം എത്തേണ്ടത് കേരള പോലീസിൻ്റെ കയ്യിലാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ, അതിനൊരു കാരണം ഉണ്ടാകും. ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പോൾ പോയല്ലോ, BNS-ലാണെങ്കിൽ പോലും ഒരു ആക്ട് തന്നെ അതിനുണ്ട്. അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയും അതിനെ. എന്തിനാണ് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുന്ന ഒരു വകുപ്പ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ആരുടെയെങ്കിലും പ്രേരണയാൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തെ മാനസികമായി തളർത്തി ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, അത് കൃത്യമായ അയാൾ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എങ്കിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ പോലും അതിന് കൃത്യമായൊരു വകുപ്പുണ്ട്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഒരു വലിയ കുറ്റമാണ്. അങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രേരണ ഉണ്ടാകാം. ചിലപ്പോൾ മാനസിക തകർച്ചയിലൊക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്യലുണ്ട്. അതുപോലെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു കേസിൽ, ആ കേസിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അത് പോലീസിലേക്ക് ആ സംഭവം എത്തിക്കുക, അവിടെ നിന്ന് വരുന്ന മൊബൈൽ ഫോൺ അടക്കം പോലീസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക. കാരണം കൃഷ്ണകുമാറിന് എന്ത് പറ്റി എന്നുള്ളത് അന്വേഷിക്കണം. എനിക്ക് പറയാനുള്ളത്, ആരാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പരാതി കൊടുക്കുക. അത് കൃഷ്ണകുമാറിൻ്റെ സഹോദരന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയും മക്കളും ആണെങ്കിൽ പോലും അവരൊരു വ്യക്തമായൊരു പരാതി കൊടുക്കുക. ആ പരാതിയുടെ മേലിൽ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. എന്തായാലും ഞാനും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പൊതുവേ ഈ കുടുംബത്തിന് കുറേ കാര്യങ്ങൾ എന്നോട് ഈ കുടുംബം പറഞ്ഞിട്ടുണ്ട്, അത് പറയാം.
അതായത് അവർക്ക് ഭയങ്കര സൈബർ അറ്റാക്ക് ഉള്ളത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും അവരെ മോശമായിട്ട് ആരും വിളിക്കരുത്, അവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരെന്തായാലും അവിടെ നിൽക്കട്ടെ. അവരുടെ ഒരു അച്ഛൻ പോയതിൻ്റെ പേരിൽ, ഒരു ഭർത്താവ് പോയതിൻ്റെ ഒക്കെ ഒരു സങ്കടം ആ കുടുംബത്തിന് ഉണ്ടാകാം. ഈ കേസ് ക്ലിയറായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. എന്നെക്കൊണ്ട് പരിപൂർണ്ണമായിട്ട് പറ്റുമെന്നുള്ളത് അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനും അന്വേഷിക്കാം.